കർത്താവേ, ഒരു വ്യക്തി അങ്ങയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അങ്ങുമായി ചേർന്ന് കഴിഞ്ഞാൽ, ഒരു വ്യക്തി അങ്ങുമായി ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ പരമപ്രധാനമായ ലക്ഷ്യം അങ്ങയെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ ആ വ്യക്തി നിശ്ചയമായിട്ടും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് തൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമായിട്ട് എടുക്കേണ്ടത് ഉണ്ട്. ഒരു മരണം നമ്മെ മരണത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ പാപ പരിഹാര യാഗം നമ്മെ പാപത്തിൽ നിന്നും, പാപ സംബന്ധമായ മരണത്തിൽ നിന്നും, ദൈവവും നാമുമായുള്ള ശത്രുത്വത്തിൽ നിന്നും നമ്മെ പരിപൂർണമായും വിടുവിച്ചിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കരുണ ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, അങ്ങ് ഇന്ന് അങ്ങയുടെ ഹൃദയത്തെ ഞങ്ങളോടൊന്ന് പകരണം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന സ്വഭാവം ദൈവമക്കൾ മാറ്റിവയ്ക്കണം. ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാർത്തയും നമ്മെ വൈകാരികമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. എത്ര പേർ അത് ചിന്തിക്കാറുണ്ട്? ഒരു പത്രവാർത്ത എടുത്താൽ ആ വാർത്തകൾ ഓരോന്നും നമ്മെ വൈകാരികമായി സ്വാധീനിക്കും. ഒരു TV ന്യൂസ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മെ വൈകാരികമായി സ്വാധീനിക്കും. ഒരു വ്യക്തിയുടെ വാക്ക് നമ്മെ വൈകാരികമായി സ്വാധീനിക്കും. എന്തുകൊണ്ട്? കാരണം നാം ജഡത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ വൈകാരികമായി സ്വാധീനിക്കപ്പെടരുത്. നിങ്ങൾ ഇമോഷണലി, നിങ്ങൾ മറ്റൊരു സ്വാധീനത്തിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കരുത്. ഒരു കാര്യം കർത്തൃനാമത്തിൽ പറയാം, പ്രിയമുള്ളവരെ, ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്നത് പരിപൂർണ സത്യമായാൽ പോലും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന നിലവാരത്തിലായാൽ പോലും നിങ്ങളെ അത് സ്വാധീനിക്കാത്ത നിലവാരത്തിൽ നിങ്ങളെ നടത്തുവാൻ കർത്താവിന് കഴിയും. നമ്മളെല്ലാവരും ബലഹീനരാണ്. നമുക്കാർക്കും ആ ഒരു നിലവാരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ തിരുവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗം കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാനതെടുത്ത് വായിക്കുന്നില്ല, നമുക്കതെല്ലാവർക്കും അറിയാവുന്ന ഭാഗം തന്നെയാണ്. കർത്താവും ശിഷ്യന്മാരും ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഗലീല തടാകത്തിൽ അല്ലെങ്കിൽ ഗലീല കടലിൽ വള്ളം ഉപയോഗിച്ചും വലയെറിഞ്ഞും എല്ലാം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, നല്ല പരിചയമുള്ളവരാണ്. എന്നാൽ നല്ല പരിചയമുള്ളവർ, ജനനം മുതലേ ആ തടാകം കണ്ടു വളർന്നവർ, എല്ലാ രീതിയിലും അവർക്ക് അറിയാവുന്നത് പോലെ ആർക്കും അറിയില്ല ആ രീതിയിലുള്ള വ്യക്തികൾ. എന്നാൽ അവർ നിലവിളിക്കുകയാണ്. എന്താ നിലവിളിക്കാൻ കാരണം? അവർ മരിക്കുമെന്ന ഭയം, അവരുടെ വള്ളം മറഞ്ഞു പോകുമെന്ന ഭയം അവരെ നിലവിളിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അവർ നിലവിളിച്ചു. അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് എഴുന്നേറ്റു അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. എന്നിട്ട് കാറ്റിനെ ശാസിച്ചു, കോളും അടങ്ങിപ്പോയി. They were emotional and Christ was spiritual. അവർ വൈകാരികമായി ചിന്തിച്ചപ്പോൾ കർത്താവ് ആത്മാവിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു. കർത്താവ് അവിടെ അവരുടെ അവിശ്വാസത്തെ ശാസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സാധാരണ നിലവാരത്തിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അവർ കർത്താവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണ്
അങ്ങനെ അവർ ചിന്തിച്ചത്, അല്ലെങ്കിൽ അവർ നിലവിളിച്ചത്, അല്ലെങ്കിൽ അവർ അങ്ങനെ പ്രതികരിച്ചത് എന്നെല്ലാം നമുക്ക് ചിന്തിക്കാം. അവർക്ക് കർത്താവിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് അവർ കർത്താവിനോട് നിലവിളിച്ചത്. കർത്താവ് അവരെ രക്ഷിക്കുമെന്ന് അവർക്കറിയാം, അതുകൊണ്ടാണ് അവർ കർത്താവിനോട് നിലവിളിച്ചത്. എന്നാൽ അവിടെ അതല്ല വിഷയം. അവിടെ വിഷയം അവരുടെ മനസ്സാണ്. അവിടുത്തെ വിഷയം ഒരുവൻ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് വായ് കൊണ്ട് പറഞ്ഞാൽ പോരാ, ഒരുവൻ കർത്താവിനോട് അപേക്ഷിച്ചാൽ പോരാ, ഒരുവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പോരാ, മറിച്ച് ആ വ്യക്തിയുടെ മനസ്സ് കർത്താവിൻ്റെ മനസ്സായി രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുവാൻ തക്കവണ്ണം ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കേണ്ടത് ഉണ്ട്. ഞാൻ ഈ സംസാരിക്കുന്ന വിഷയം പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, പലർക്കും അത് മനസ്സിലാവില്ല. എനിക്കത് വിഷയമല്ല. ഞാൻ ഈ പറയുന്നത് സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരെ പോലെ ആയിരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവും പിതാവിനോട് നിലവിളിച്ചേനെ. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. കാരണം പിതാവും പുത്രനും ഒന്നാണ്. ഇവിടെ നാമും ക്രിസ്തുവും ഒന്നാണ് എന്നുള്ള ആ ഒരു പരിപൂർണതയിലേക്ക് നാം കടന്നു വരണം. നാമും ക്രിസ്തുവും ഒന്നാണെന്നുള്ള ആ പരിപൂർണതയിലേക്ക് ആണ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് നാം പുതുതായി ജനിച്ചിരിക്കുന്നത്, നാം പുതിയ സൃഷ്ടിയായിരിക്കുന്നത്. ഈ ഭാഗം കർത്താവിൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവമക്കളെ ഓർത്തുകൊള്ളുക, ഈ ലോകപ്രകാരം സ്വാധീനിക്കപ്പെടുവാൻ, ഈ ലോകപ്രകാരമുള്ള ഭയത്തിൻ്റെ അധീനതയിലാകുവാൻ, ഈ ലോകപ്രകാരമുള്ള ചിന്തയ്ക്ക് കീഴ്പ്പെടുവാൻ അല്ല ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. യു ആൻഡ് മീ ആർ യുണീക്ക്. നാം സവിശേഷതയുള്ളവരാണ്, നാം വിശേഷതയുള്ളവരാണ് എന്ന സത്യം ഒരു ദൈവ പൈതലും മറന്നു പോകരുതെന്ന് കർത്തൃനാമത്തിൽ ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നോടും നിങ്ങളോടും ഈ വിഷയം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്, വി ആർ ഈസിലി ക്യാരിഡ് അവേ ബൈ ദ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. ബാഹ്യമായ സ്വാധീനങ്ങളാൽ നാം വളരെ വേഗത്തിൽ സ്വാധീനിക്കപ്പെടാറുണ്ട്. നാം വളരെ വേഗത്തിൽ ഇമോഷണലി, വൈകാരികമായി നാം പ്രതികരിക്കാറുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അതല്ല. കർത്താവിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അത് ബാഹ്യമായ അല്ലെങ്കിൽ ഇമോഷണലി കാണുന്ന ആ എന്തോ അതിനനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെ, പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുന്ന ആത്മാവല്ല കർത്താവിൻ്റെ ആത്മാവ്. ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾ, ഇന്ന് നടക്കുന്ന പ്രാർത്ഥനകൾ, ഇന്ന് നാം കേൾക്കുന്ന സാക്ഷ്യങ്ങൾ എല്ലാം നമ്മെ ഇമോഷണലി ഉണർത്തുന്ന നിലവാരത്തിലാണ്, വൈകാരികമായി നമ്മെ ഉണർത്തുന്ന നിലവാരത്തിലാണ്. വൈകാരികമായി നമ്മെ അത് ഉണർത്തുന്നില്ലെങ്കിൽ നമുക്കത് പോരാ എന്നൊരു തോന്നൽ പോലും വരും. നമ്മൾ വൈകാരികമായി ഉണർത്തപ്പെട്ടില്ല എങ്കിൽ നമുക്കത് ഒരു ഉണർവില്ലായിരുന്നു, എന്തോന്ന് എന്നുള്ള നിലവാരത്തിൽ, അപ്രകാരം ചിന്തിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ പോകും. ആരെയും കുറ്റം പറയുവാനല്ല, ഞാനൊരു സത്യം പറയുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വാക്കുകൾ ഓരോന്നും വായിക്കുമ്പോൾ അവിടെ ഒന്നും നമ്മെ വൈകാരികമായി ഉണർത്തുന്നത് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. സുബോധത്തോടെ ഒന്ന് ശ്രദ്ധിച്ച് സുവിശേഷങ്ങളിലെ കർത്താവിൻ്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ വൈകാരികമായി നമ്മെ ഉണർത്തുന്ന ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവിടെ വൈകാരികമായി ഉണർത്തുന്ന ഒന്നുമില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവിടെ വൈകാരികമായി നമ്മെ ഉണർത്തുന്നത് ഒന്നുമില്ല.
നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ വൈകാരികമായി ഉണർത്തുന്നത് ഒന്നുമില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അവിടെ അത് വൈകാരികമായി ഉണർത്തുന്നത് ഒന്നുമില്ല. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത്. അവിടെ അത് വൈകാരികമായി നമ്മെ ഉണർത്തില്ല. എന്നാൽ നമ്മൾ അതെല്ലാം വൈകാരികമായി കാണാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഏറ്റവും രസം. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന വചനമാണ്. കാരണം നമ്മുടെ വിഷയം ആ ഭയം അങ്ങ് മാറണം. നമ്മുടെ വിഷയം ആ ഭയത്തിന്റെ പിന്നിലുള്ള ആ റീസൺ മാറണം, അല്ലെങ്കിൽ ആ കാരണം മാറണം എന്നതല്ല. നമ്മുടെ വിഷയം അപ്പോ എന്താണോ പ്രശ്നം അത് മാറണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത്, നമ്മെ ചിന്തിപ്പിക്കുമാറാക്കുന്നത്, നമ്മെ മോൾഡ് ചെയ്യുന്നത്, നമ്മെ പരിശീലിപ്പിക്കുന്നത്, നമ്മെ പരുവപ്പെടുത്തുന്നത് ഒന്നും അങ്ങനെ അല്ല. ശിഷ്യന്മാർ ഭയന്നു, അവർ നിലവിളിച്ചു, അവർ മരിക്കും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. അവരുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവർ കർത്താവിനോട് നിലവിളിച്ചു. എന്തുകൊണ്ട് അവർ കർത്താവിനോട് നിലവിളിച്ചു? കാരണം അവർക്കറിയാൻ കർത്താവിന് അവരെ രക്ഷിക്കാൻ കഴിയുമെന്ന്. എന്നാൽ ഉറങ്ങിക്കിടന്ന കർത്താവ് എഴുന്നേറ്റിട്ട് അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. അവർ നിലവിളിച്ചത് കർത്താവിനോടാണ്, വേറെ ആരോടുമല്ല. പിന്നെ എങ്ങനെ അവിശ്വാസത്തെ ശാസിക്കുന്നു? അവരുടെ മനസ്സിന്റെ അവസ്ഥ കർത്താവിനറിയാം. അവർ എപ്രകാരം ചിന്തിക്കുന്നു എന്ന് കർത്താവിനറിയാം. ഇപ്രകാരം തന്നെയാണ് പല ദൈവമക്കളെന്ന് പറയുന്നവരുടെ അവസ്ഥ. We are easily carried away by the circumstances. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ വളരെ നിസ്സാരമായി സ്വാധീനിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാണ്, ഒരുവന് ക്രിസ്തുവിൽ വസിക്കണമെന്നുണ്ടോ? ഒരുവന് ക്രിസ്തുവിന് വേണ്ടി ഫലം കായ്ക്കണമെന്നുണ്ടോ? ലോകം ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന അനുഭവം ആ വ്യക്തിയിൽ കുറഞ്ഞേ പറ്റൂ. ലോകം ഒരു വ്യക്തിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടോ അത്രത്തോളം ആ വ്യക്തിയിൽ ദൈവത്തിന്റെ സ്വാധീനം കുറയും. The more you are influenced by the world, lesser you are influenced by God. ഒരു മനുഷ്യന് നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ ആദ്യം പേര് ചോദിക്കും. ആ മനുഷ്യനെ അടിമുടി ഒന്ന് നോക്കും, അവന്റെ നിറമൊന്ന് നോക്കി അവന്റെ ജാതി ഏതാണെന്നൊന്ന് തീരുമാനിക്കും. പിന്നെ ഏത് നാട്ടുകാരനാണെന്ന് തീരുമാനിച്ചിട്ട് ഏതാ ക്ലാസ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കും. പിന്നെ ആ വ്യക്തിയുടെ സാമ്പത്തിക നില എന്തെന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. പിന്നെ ആരൊക്കെ ഉണ്ട്, ഏതാ നിലവാരം എന്നറിയാൻ വേണ്ടി ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നെല്ലാം അങ്ങോട്ടങ്ങ് ചോദിക്കും. ഇങ്ങനെ വൈകാരികമായിട്ട് കാര്യങ്ങളെ കണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അനുഭവം. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാ. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാ. എന്നാൽ അത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ അത് നല്ലതാ. എന്നാൽ ക്രിസ്തു നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ക്രിസ്തു നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. ക്രിസ്തു നോക്കുന്നത് ഹൃദയങ്ങളെയാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തു നോക്കുന്നത് നിങ്ങളുടെ ചിന്തയെയാണ്, നിങ്ങളുടെ മനസ്സിനെയാണ്. നിങ്ങൾക്കും എനിക്കും എത്രത്തോളം കർത്താവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കർത്താവ് നോക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും വ്യക്തമായിട്ട് ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ സകല പരീക്ഷകളിൽ നിന്നും രക്ഷ പ്രാപിക്കണം.
നിങ്ങൾ കർത്താവിൽ വസിക്കണം. അതിനായിട്ട് തന്നെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സകല പഴയ കാര്യങ്ങളെയും പുറകിൽ എറിഞ്ഞു കളഞ്ഞ് കർത്താവിനെ നോക്കിക്കൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിപ്പാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ.